നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിരവധി പ്രവാസികളാണ് സൗദിയുടെ വിവിധ പ്രവിശ്യകളിലായി തൊഴിലെടുക്കുന്നത്. രാജ്യത്തെ തൊഴിൽ നിയമപ്രകാരം വിദേശികൾ കരാർ പ്രകാരമാണ് തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നത്. ഇത് ഇരു കൂട്ടരുടെയും സമ്മതപ്രകാരത്തോടെയാണ് തയ്യാറാക്കുന്നത്. എന്നാൽ ഇതിന് വിപരീതമായി ചില തൊഴിലുടമകൾ കരാർ ഇല്ലാതെ തൊഴിലാളികളെ നിർബന്ധിപ്പിച്ച് ജോലി എടുപ്പിക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. ഇത്തരക്കാർക്ക് കർശന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് സൗദി തൊഴിൽ മന്ത്രാലയം. തൊഴിൽ കരാർ ഇല്ലാതെ തൊഴിലാളികളെ കൊണ്ട് ജോലി എടുപ്പിക്കരുതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മന്ത്രാലയം. ഇത്തരം നിയമലംഘനങ്ങൾ മനുഷ്യക്കടത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. കടുത്ത ശിക്ഷാ നടപടികൾ ഇത്തരം നിയമലംഘകർക്കെതിരെ സ്വീകരിക്കുമെന്നും സൗദി തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ പരിഷ്കരിച്ച തൊഴിൽ നിയമപ്രകാരം തൊഴിലാളികളുമായി ഉടമയ്ക്ക് വ്യവസ്ഥാപിതമായ തൊഴിൽ കരാർ ഉണ്ടായിരിക്കണമെന്നത് വളരെ നിർബന്ധമാണ്. തൊഴിൽ കരാർ ഇല്ലാതെ തൊഴിലാളിയെ ജോലി ചെയ്യിപ്പിക്കുന്നത് ശിക്ഷാർഹമാണെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ നിർബന്ധിപ്പിച്ച് തൊഴിൽ ചെയ്യിപ്പിക്കൽ, ജീവനക്കാരിൽ നിന്ന് നിർബന്ധിത ഫീസോ ചെലവുകളോ ഈടാക്കൽ, നിയമപരമായ അവധി നൽകാതിരിക്കൽ, വിസ കച്ചവടം നടത്തുന്നതും മനുഷ്യക്കടത്തിന്റെ പരിധിയിൽ വരും. തൊഴിലാളികളിൽ മെഡിക്കൽ പരീക്ഷണം നടത്തൽ, തൊഴിലാളികളുടെ പാസ്പോർട്ട് തടഞ്ഞുവെക്കൽ, ബലപ്രയോഗം, ഭീഷണിപ്പെടുത്തൽ, തൊഴിലാളിയെ ഭിക്ഷാടനത്തിന് നിർബന്ധിക്കൽ, 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കൽ തുടങ്ങിയവയും ഇതേ നിയമലംഘനത്തിൽ പെടുന്നതാണ്. ഇത്തരം നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. എന്നാൽ അടുത്ത കാലത്തായി UAE നിലവിൽ വന്ന തൊഴിൽ നിയമവും പ്രവാസികൾക്കിടയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തൊഴിലാളികൾക്ക് കൂടുതൽ അവകാശങ്ങൾ അനുവദിച്ചു നൽകുന്നതും അവർക്ക് തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുന്നതുമാണ് UAEയുടെ പുതിയ തൊഴിൽ നിയമത്തിലെ ഏറ്റവും പ്രധാന സവിശേഷത. ഇതുപ്രകാരം നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ തൊഴിലാളിയുമായുള്ള തൊഴിൽ കരാർ റദ്ദാക്കാൻ തൊഴിലുടമയ്ക്ക് പുതിയ നിയമം അനുവാദം നൽകുന്നുള്ളൂ. അല്ലാത്ത രീതിയിൽ കരാർ റദ്ദാക്കിയാൽ അത് ഏകപക്ഷീയമായി പരിഗണിക്കപ്പെടും. എന്നാൽ തൊഴിലാളിക്കോ തൊഴിലുടമയ്ക്കോ നിയമവിധേയമായി തൊഴിൽ കരാറിൽ നിന്ന് പിന്മാറാൻ അധികാരമുണ്ടായിരിക്കും. അതിനു മുൻപ് നിശ്ചിത സമയം നോട്ടീസ് കാലാവധി നൽകിയിരിക്കണം. തൊഴിലുടമയ്ക്കെതിരെ മനുഷ്യവിഭവ എമിറൈസേഷൻ മന്ത്രാലയത്തിന്റെ ന്യായമായ എന്തെങ്കിലും പരാതി നൽകി എന്നതിനാലോ കോടതിയിൽ കേസ് നൽകിയതിനാലോ ജീവനക്കാരനെ പിരിച്ചുവിടാൻ തൊഴിലുടമയ്ക്ക് അനുവാദം ഉണ്ടായിരിക്കില്ല. അങ്ങനെ ചെയ്താൽ അത് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെടും. എന്തായാലും ഇരു രാജ്യങ്ങളും പ്രവാസികൾക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്ന തീരുമാനങ്ങളാണ് അടുത്തിടെ കൈക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.